സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫോം ഷീറ്റും പിന്നെ സ്പ്രേ ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. സ്പ്രേ ബോട്ടിലിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ റൗണ്ട് ഡിസൈൻ നമ്മൾ ഫോം ഷീറ്റിൽ വരുത്താൻ പോകുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ ക്യാപ്പ് എടുക്കുന്നത് വലിയ സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോം ഷീറ്റിൽ തന്നെ 9 കിട്ടും. ഞാൻ ഇവിടെ വലിയ സൈസ് ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് 9 സർക്കിൾസ് കിട്ടിയ ഒരു ഷീറ്റിൽ. സോ ടോട്ടലി നമുക്കിത് ചെയ്യാൻ 20 സർക്കിൾസ് വേണം. സോ നിങ്ങളിവിടെ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, നടുക്കിൽ വന്നിട്ട് ഒരു ഡയമണ്ട് ഷേപ്പ് ഡിസൈൻ വരുന്നുണ്ട്. സോ നമ്മളിപ്പോൾ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഡയമണ്ട് ഷേപ്പ് എടുത്ത് വെക്കുക. സോ നമ്മളിപ്പോൾ റൗണ്ട് ഫോം ഷീറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് എംബോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കാർവിംഗ് നൈഫ് വെച്ചിട്ടാണ് ഞാൻ എംബോസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ കാർവിംഗ് നൈഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടർ തന്നെ യൂസ് ചെയ്യാം. ഞാൻ ഈ ട്രയാങ്കിൾ ഫോം ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കിയ വെച്ചാൽ നമ്മുടെ സർക്കിളിൽ തന്നെ മാർക്ക് ചെയ്തിട്ടാണ് ആ ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തത്. സോ നമ്മളിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് എംബോസ് ചെയ്ത് കഴിഞ്ഞു. ഇതേ തന്നെ എല്ലാ സർക്കിൾസിനെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. സോ നമ്മളിപ്പോൾ ബേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് 5 സർക്കിൾ ഫോം ഷീറ്റ്സ് വേണം. ഇനി അത് നമുക്ക് ഒട്ടിക്കാൻ തുടങ്ങാം. സോ നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ ബാക്കി 2 കൂടി ഒട്ടിക്കുക. സോ നമ്മൾ ബേസ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇന്നൊരെണ്ണം കൂടി ഉണ്ടാക്കണം. അതാണ് നമ്മൾ ടോപ്പായിട്ട് വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ റിബൺ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു ഹാങ്ങിങ് ചെയ്യാനുള്ള ഹോൾഡർ കൊടുക്കണം. സോ നമുക്കിപ്പോൾ ആ റിബൺ ആ ഹോൾ കൂടി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടോ. നമ്മൾ നന്നായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സെറ്റും എടുത്തിട്ട് നമ്മൾ നോട്ട് ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്മളിപ്പോൾ ആ ബോളിൻ്റെ സൈഡ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ആ സൈഡ്സ് ചെയ്യാൻ നമുക്ക് 10 സർക്കിൾസ് വേണം. ഈ ഡിസൈനിലാണ് നമ്മളിപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഡിസൈനിലാണ് നമ്മളിപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത്. സോ ഈ ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് വെച്ചാൽ, ഒന്ന് റൈറ്റ് സൈഡ് ഫേസിങ്ങും ഇനിയൊരു സർക്കിൾ ലെഫ്റ്റ് സൈഡ് ഫേസിങ്, അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒട്ടിക്കുന്നത്. സോ നമ്മളിപ്പോൾ അതിൻ്റെ ബേസ് എടുത്തു. ആ ബേസിന് മുകളിലേക്ക് ഇപ്പോൾ നമ്മുടെ സൈഡ്സൊക്കെ ഒട്ടിക്കാൻ പോകുകയാണ്. സോ നമുക്കിനി ആ ബോൾ ഫുള്ളും ബീഡ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം.